നമസ്കാരം. ചൈന ചുരുങ്ങിയ കാലം കൊണ്ട് അത്ഭുതകരമായ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പി.കെ. വാസുദേവൻ നായർ ഒരിക്കൽ സ്വയം വിമർശനത്തോടെ പറഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയ രൂപീകരണ സമിതിയിൽ ഭൂരിപക്ഷം അംഗങ്ങളും 40 വയസ്സിന് താഴെയുള്ള എഞ്ചിനീയർമാരും കാർഷിക വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമാണ്. ഇവിടെ ഇന്ത്യയിൽ എന്നെപ്പോലുള്ള 75കാരെയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വത്തിൽ അവരോധിക്കുന്നത്, ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെങ്ങനെ ഈ രാജ്യം പുരോഗമിക്കും? എല്ലാ കാലത്തും ഇത്തരത്തിൽ ഒരു ആത്മപരിശോധന നടത്താൻ പടയാട്ട് കേശവപിള്ള വാസുദേവൻ നായർ എന്ന പി.കെ.വിക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ചെറുപ്പക്കാർക്ക് വേണ്ടി വാദിക്കുന്നവർ തനിക്കു ശേഷം മാത്രം ചെറുപ്പക്കാർ എന്ന് തീരുമാനമെടുക്കുമ്പോഴാണ് പി.കെ.വിയുടെ ഈ ഏറ്റുപറച്ചിൽ. കെ. കരുണാകരൻ, എ.കെ. ആന്റണി മന്ത്രിസഭകളിൽ മന്ത്രിയായ ശേഷമാണ് പി.കെ.വി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. സി അച്യുതമേനോന് ശേഷം മുഖ്യമന്ത്രിയായ ഏക CPI-കാരൻ. 4 മുഖ്യമന്ത്രിമാരെ കണ്ട 1977 നിയമസഭയിൽ കെ. കരുണാകരനും എ.കെ. ആന്റണിക്കും പിന്നാലെയാണ് പി.കെ.വി. മുഖ്യമന്ത്രിയാകുന്നത്. ഇഷ്ടദാന ബിൽ പാസാക്കാനുള്ള മുന്നണി തീരുമാനത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പി.കെ.വി. അതുവഴി കേരളത്തിൽ ഇടതുപക്ഷ ഐക്യം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഒരു കാലത്തും തൻ്റെ പദവികൾ സമ്മാനിച്ചിരുന്ന ആനുകൂല്യങ്ങളൊന്നും ചാർത്തി നടക്കാൻ പി.കെ.വി. തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കണ്ടിരുന്ന ഒരു പതിവ് കാഴ്ചയുണ്ട്. ബസ് സ്റ്റാൻഡിലെ ആൾ ബഹളത്തിനിടയിൽ വടക്കോട്ടുള്ള ബസ്സിൽ കയറാൻ ഒരാൾ നിൽപ്പുണ്ട്. ആ മനുഷ്യനെ പക്ഷേ ആരും തിരിച്ചറിഞ്ഞില്ല. അറിയണമെന്ന് അദ്ദേഹമൊട്ട് ആഗ്രഹിച്ചതുമില്ല. എന്തായാലും ആ തിക്കിനും തിരക്കിനും ഇടയിലൂടെ അദ്ദേഹം ഒടുവിൽ വണ്ടിയിൽ കയറിക്കൂടി. പതിവായി കയ്യിലുള്ള ബാഗ് ഒരു കൈയിലും മറുകൈ ബസ്സിൻ്റെ മുകളിലും പിടിച്ച് അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾക്ക് ആളെ മനസ്സിലായി. അയാൾ എഴുന്നേറ്റ് സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു. ആദർശത്തിന് തീപിടിച്ചാൽ അതായിരുന്നു പി.കെ.വിയുടെ പ്രസംഗം. അതിലൊരിക്കലും വ്യക്തിഹത്യ കടന്നു വന്നിരുന്നില്ല. ശുദ്ധമായ വാചകങ്ങളിൽ തടസ്സമേതുമില്ലാതെ ആ വാക്കുകൾ ഒഴുകിപ്പരന്നു. പറയേണ്ടതുപോലെ പറയുക, കേൾവിക്കാരിൽ ആശയ വ്യക്തത വരുത്തുക എന്നതിനപ്പുറം മറ്റൊന്നും പി.കെ.വിയുടെ ലക്ഷ്യമായിരുന്നില്ല. എതിരാളികൾക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളിലും തമാശകളിലുമൊക്കെ ആ വേറിട്ട വ്യക്തിത്വം പ്രകടമായിരുന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന സമയത്ത് കോൺഗ്രസിലെ കോലാഹലങ്ങൾ കണ്ട് പി.കെ. വാസുദേവൻ നായർ കണ്ടെത്തിയ ആശ്വാസം അക്കാലത്ത് രാഷ്ട്രീയ കേരളം വല്ലാതെ ആസ്വദിച്ച് ചിരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, കേവലം 2 മക്കളുടെ കാര്യത്തിൽ ഇത്രമാത്രം വിവാദവും കോലാഹലവും ഉണ്ടാക്കിയ കെ. കരുണാകരന് വേറെയും മക്കളുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമായിരുന്നു. അദ്ദേഹത്തിന് 6 or 7 മക്കൾ ഉണ്ടാവാതിരുന്നത് കോൺഗ്രസിനും കേരളത്തിനും ഒരുപോലെ രക്ഷയായി. അധികാരത്തേക്കാൾ ആദർശ ജീവിതം ആധികാരികതയാക്കിയ പി.കെ.വി. മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നതിന് മുമ്പേ തിരുവല്ല, അമ്പലപ്പുഴ, പീരുമേട് എന്നീ മണ്ഡലങ്ങളിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായിരുന്നു. ഏറ്റവും ഒടുവിൽ 2004 തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാംഗമായി പ്രവർത്തിക്കുമ്പോഴാണ് പി.കെ.വി. എന്ന കേരളത്തിൻ്റെ സൗമ്യ സാന്നിധ്യം ഓർമ്മയായത്.